ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു കദളി വാഴയാണ്. വാഴ ഇപ്പം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ വാഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അനായാസം കുഴിച്ചിടാം. ഇപ്പോൾ ഒരാൾക്ക് ഒരു കൈക്കോട്ട് എടുത്തിട്ട് 2-3 പ്രാവശ്യം കളച്ച് കഴിഞ്ഞാൽ കുഴിച്ചിടാൻ പറ്റുന്നൊരു തൈയാണ്. പിന്നെ വാഴ ഒരു അത്യാവശ്യ ഘടകമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങളുടെ പറമ്പിൽ മുഴുവൻ മൈസൂർ വാഴയായിരുന്നു. അപ്പോൾ മൈസൂർ വാഴ വലിയ വാഴയാവും ചെയ്യും. മാത്രമല്ല അതിൻ്റെ കൊല ഒരു മിനിമം 15 കിലോനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെട്ടിയെടുക്കാനൊക്കെ വലിയ പാടാണ്. അങ്ങനെ അത് താഴെ വീഴും, കൊല താഴെ വീഴും, വാഴ വീഴും. 2-3 വേണം വെട്ടി പിടിച്ച് കടയിൽ കൊണ്ടെടുത്താൽ വിലയില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാ മൈസൂർ വാഴയും പറമ്പെന്ന് വെട്ടി കളഞ്ഞു. അപ്പോഴാണ് വാഴയുടെ അത്യാവശ്യം ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഒരു ഇല പോലും കിട്ടാനില്ല. എന്തെങ്കിലും പൊതിയാനോ അല്ലെങ്കിൽ ചോറുണ്ണാനോ ഒന്ന് മറ്റേ അടയൊക്കെ പലഹാരം ഉണ്ടാക്കാനോ ഒന്നും ഇലയില്ലാണ്ട് അങ്ങനെ ഒരു കദളി തൈ വാങ്ങിച്ചു. 75 രൂപയാണ് കേട്ടോ കന്നിന് വന്നത്. അത് വാങ്ങിച്ച് നമ്മൾ തന്നെ, ഞാൻ തന്നെയാണ് മഴക്കാലത്ത് അത് കളച്ച് വെച്ചത്. കുറച്ച് ചാണകപ്പൊടി ഇട്ട് വെച്ചു എന്ന് മാത്രം, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് നനയ്ക്കും. പിന്നെ അടിച്ചു വരുന്ന ചപ്പ് ചവറ് അതിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത് നമ്മൾ അതിൻ്റെ കടക്കിൽ കൂട്ടിയിടും. ഇതാണ് നമ്മൾ ചെയ്യുന്ന ആകെയുള്ള അതിൻ്റെ പരിചരണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ജൂണിലാണ് നമ്മൾ നട്ടത്. അപ്പോൾ മഴ സീസണാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കുഴിയെടുക്കാനും നടാനൊക്കെ പറ്റി. ഇപ്പം നോക്കി, ഇതിന് എത്രയോ കന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ഒന്ന് രണ്ടാമത്തെ അത്യാവശ്യം വലുപ്പമായി. ഇത് പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 75 രൂപയ്ക്ക് ഒരു കന്ന് വാങ്ങിച്ചു വെച്ചാൽ അത് നഷ്ടമില്ല. നമുക്ക് ഈ പ്രാവശ്യം ഇതിപ്പോൾ ഏകദേശം കൊലയ്ക്കാറായിട്ടുണ്ട്. ഈ വാഴ ഏകദേശം കൊല വരാറായിട്ടുണ്ട്. ഇത് പൂജാകദളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കൊല കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് പറിച്ച് നടാം, ഇല്ലെങ്കിൽ ഈ വാഴ അവിടെ നിർത്തിയിട്ട് ഇതും അടുത്ത വാഴ കായ ഉണ്ടാവുമെന്ന് നോക്കാം. അങ്ങനെ ചെയ്യാം. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കായക്കൊല ഒരു 4-5 മാക്സിമം വരുള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് വെട്ടാനും പറ്റും. പിന്നെ നമുക്ക് കടയിൽ കൊണ്ടുകൊടുക്കുക. ഇത് പൂജാകദളിയാണ് കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ ഉപ്പേരി ഒന്നും വയ്ക്കാൻ പറ്റില്ല. പക്ഷെ വാഴയുടെ ഇലയ്ക്ക് കിട്ടുകയും ചെയ്യും, നമുക്ക് കടയിൽ കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ചെറിയൊരു പൈസ കിട്ടുകയും ചെയ്യും. ഇത് 4-5 കന്ന് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് മാസം ഇടവിട്ടിട്ട് ചെറിയൊരു എമൗണ്ട്, വലുതല്ല, എന്നാലും നമുക്കത് കിട്ടും. മൈസൂർക്കായ ആകുമ്പോൾ വിലയും കിട്ടില്ല, തീരെ വിലയില്ല. നമ്മുടെ അവിടെ ഒന്നും തീരെ വിലയില്ല. അങ്ങനെ ഇതിനിപ്പോൾ ഒരു മിനിമം 65 രൂപ ഒരു കിലോ കായ്ക്ക് വരും. അപ്പോൾ ഒരു കൊലയിൽ ഒരു 5 കിലോനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പൈസ കിട്ടും. പിന്നെ അതല്ല, ഇത് മാക്സിമം ഒരു 4-5 കിലോനൊക്കെയല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചേച്ചിമാർ തന്നെയുള്ള വീടുകളൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ വെട്ടാം. അത് ഒരു സഞ്ചിയിൽ ഒരു ബിഗ് ഷോപ്പറിലൊക്കെ വെച്ചിട്ട് കടയിൽ കൊടുക്കാം. എല്ലാ കടക്കാരും ഇത് എടുക്കില്ല. ഇത് പൂജയുടെ ഐറ്റംസ് വാങ്ങിക്കുന്ന ഈ അമ്പലങ്ങളിലേക്കാണ് ഇത് കൂടുതൽ പോവുക. അപ്പോൾ അവർ മാത്രമാണ് ഇത് വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ കന്ന് വെക്കുമ്പോൾ അതിന് മുമ്പ് നമ്മൾ അന്വേഷിക്കണം കേട്ടോ, നമ്മുടെ പരിസരത്ത് അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയൊരു വാഴയാണ്. അധികം മണ്ണല്ലേ, നമുക്ക് തന്നെ വെട്ടാൻ കണ്ടു. ഇത്രയല്ലേ ഉയരം വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഇത് വെട്ടി നമുക്കതിൻ്റെ കൊലയൊക്കെ എടുക്കാം. അപ്പം ഞാൻ കൊല വരുമ്പോൾ നിങ്ങളെ ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ ഒരു എളുപ്പത്തിൽ നടാവുന്നൊരു വാഴയും അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്